നമ്മളന്ന് പെയ്ത മഴത്തുള്ളിയായണിഞ്ഞിതാ നമ്മളില്ലാതിന്ന്. അന്ന് പാടി പാട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ പാടാവുന്നതാണ്. കാരണം ഞങ്ങളുടെ പൊളിറ്റിക്സും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളൊക്കെ ആയിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. ഇപ്പോൾ മാംഗോസ് ക്ലബിൻ്റെ ഏത് റാപ്പ് നോക്കിയാലും മെലഡി നോക്കിയാലും എല്ലാത്തിനും ഒരു നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. പാടാത്ത പാട്ടുകളില്ലാണ്ടാത്ത അട്ടമില്ല, ജീവിക്കയാനന്ദയുന്മാതരായി ജീവിക്കയാനന്ദയുന്മാതരായി. കോവലേട്ടാ പറയ് മാംഗോസ്റ്റീൻ ക്ലബിനെ പറ്റി. സോറി. തന്താനേ പിന്നീട് ഒരു ദിവസം ഒരു പോസ്റ്ററിൽ ഞാൻ കാണുന്നത് മാംഗോസ്റ്റീൻ ക്ലബിന്റെ ഗോഡ് ഫാദർ, ഇതിന്റെ അച്ചാച്ചൻ ഒരു വലിയ തലത്തിലും. ഞങ്ങൾ തന്നെ നിരന്തരം കലഹിക്കുന്ന ആൾക്കാരാണ്. ഈ വർക്കിന് വേണ്ടി ഒരു പാട്ടിറങ്ങുകയാണെങ്കിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാറുണ്ട് എല്ലാ രീതിയിലും. കാതലോട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇറക്കിയത് ക്ലീഷേ പ്രേമ പാട്ടുകൾ സീസൺ 2 എന്ന പേരിലാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫ്ലേവർ പാട്ടുകളെ പോലുള്ള പ്രേമ പാട്ടുകളെ പോലുള്ള ഒരു പാട്ടാണ് കാതലോരം. മിഴിനീര് കടലിന്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്നൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവരെ പലരും നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. അതെ, നമ്മുടെ കൊറോണ സമയത്ത് ബ്രേക്ക് ദ ചെയിൻ പാട്ട് പാടി നമ്മളെ സ്ട്രോങ് ആക്കി നിർത്തിയ ചൂട്ട് മോഹനേട്ടനും, അതുപോലെ മഴപ്പാട്ടും പ്രേമപ്പാട്ടും താരാട്ടുപാടൊക്കെ പാടി നമ്മളെ പിന്നെ ആ 90-ലേക്ക് കൊണ്ടുപോയ അജയ് ബ്രോയും നവജോത് ബ്രോയും അവരുടെ മാംഗോസ്റ്റീൻ ടീമുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല, ഒരുപാട് കാലമായി നമ്മൾ ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ നമുക്ക് പാടി തന്നെ തുടങ്ങാം അല്ലേ? ശരി, ഏതാ പാടുന്നത്? നമ്മളൊന്ന് പാടിയാലോ? നമ്മളൊന്ന് പാടാം. ഓക്കെ. നീ പറഞ്ഞ് ഞാൻ പറഞ്ഞ് നമ്മളായി വളർന്നതും തേൻ പകർന്ന് തീയടർന്ന് നമ്മളിൽ പടർന്നതും, നീ പറഞ്ഞ് ഞാൻ പറഞ്ഞ് നമ്മളായി വളർന്നതും തേൻ പകർന്ന് തീയടർന്ന് നമ്മളിൽ പടർന്നതും, കാലമിന്ന് കാർമുകിൽ പോൽ പെയ്തു പെയ്തു തീർന്നു പോൽ, നീയും ഇന്ന് മാറിവിൽ പോൽ കാണെ മാഞ്ഞു മാഞ്ഞു പോൽ. നമ്മളന്ന് പെയ്ത മഴത്തുള്ളിയായണിഞ്ഞിതാ നമ്മളില്ലാതിന്ന് മഴ പെയ്തൊഴിഞ്ഞു പോണിതാ. നമ്മളന്ന് നീളെ നടന്നും മകൾ പകർന്നൊരാ നല്ല നേരമൊന്നും ഇന്നൊരോർമ്മയായി മറഞ്ഞിതാ. നമ്മളന്ന് പെയ്ത മഴത്തുള്ളിയായി അണിഞ്ഞിതാ നമ്മളില്ലാതിന്ന് മഴ പെയ്തൊഴിഞ്ഞു പോണിതാ. വാ, അടിപൊളി. ശരിക്കും നമ്മളൊരു മഴ കൊണ്ട ഫീല്. ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളുകളാണ്, പക്ഷെ മാംഗോസ്റ്റീനിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു കണക്ഷൻ കിട്ടുന്ന പോലെ ഒരു ഫീലാണ്. എങ്ങനെയാണ് ആളുകളുമായിട്ട് ഇത്ര കണക്റ്റ് ആയിട്ട് പാട്ടുകൾ ഒരുക്കാൻ പറ്റുന്നത്? നല്ല ചോദ്യമാണ്. ബേസിക്കലി നമ്മളെ സംബന്ധിച്ച് നമ്മള് അത്ര ഉദാത്തമായ കലാസൃഷ്ടി നടത്തുന്ന ആൾക്കാരെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നമുക്ക് ഫീൽ ചെയ്യുന്ന, നമുക്ക് പരിചയമുള്ള കുറെ സന്ദർഭങ്ങളാണ് നമ്മൾ പാട്ടുണ്ടാക്കാറ്. പാട്ടിന്റെ വരികളാവട്ടെ ഈണാവട്ടെ, നമുക്ക് പരിചയമുള്ള നാട്ടിലെ കാലാവസ്ഥയായിട്ടും കാലമായിട്ടും നമ്മുടെ ആളുകളായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, അതെ അതെ, ബേസിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനമായിട്ടാണ് നമ്മൾ പാട്ടുണ്ടാക്കുക. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ബാൻഡായിട്ട് മാറുന്നത് അല്ലേ? ഓക്കെ. എല്ലാവരും ഇനി പേരും അവര് മാംഗോസ്റ്റീനിലെ റോള് എന്താന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്റെ പേര് ഷക്കീബ്. ഓക്കെ. ഞാൻ ലക്ഷദ്വീപിലാണ്. അപ്പൊ ഞാനിപ്പോ മാംഗോസ്റ്റീനില് മുമ്പ് കഹോൺ വായിക്കും, പാട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പോ യൂക്കുലേലായി, ഗിറ്റാറുമായി, ഇപ്പൊ വോക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ.
ശരി. അപ്പൊ കടൽ കടന്ന് മാംഗോസ്റ്റിനിലേക്ക് എത്തിയ ആളല്ലേ ഷക്കീബ്? ശരി, ഓക്കെ. നമുക്ക് ഷക്കീബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ. ഞങ്ങളൊരു കപ്പൽ യാത്ര ലക്ഷദ്വീപിലേക്ക് നടത്തിയ സമയത്ത് കപ്പലിൽ നിന്ന് വീണ് കിട്ടിയാണ്. കപ്പലിൽ വീണ് കിട്ടിയ ഒരു മുത്തല്ലേ? അതെ അതെ. അപ്പം അന്ന് പാടി പാട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ പാടാവുന്നതാണ്. കാരണം ഞങ്ങളുടെ പൊളിറ്റിക്സും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളൊക്കെ ആയിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പം എൻ്റെ പേര് നവജോത് എന്നാണ്. ഞാൻ മാംഗോസ്റ്റിൻ ക്ലബിലെ ഒരു ഫൗണ്ടറാണ്. ഓക്കെ. ഞാനിപ്പം വോക്കലിസ്റ്റ് ആയിട്ടും ഒരു ഒറിജിനൽ സോങ് പാടിയിട്ടുണ്ട്. അതേപോലെ ഇപ്പം അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. ഓ, എവിടെയാ അത്? ഹൈക്കോടതിയിലാണ്. എൻ്റെ പേര് അജയ് ജിഷ്ണു. ഓക്കെ. ഞാനും ഫൗണ്ടേഴ്സ് ഒരാളാണ്. പിന്നെ പാട്ടുകളൊക്കെ എഴുതിയത് ഞാനാണ്. പിന്നെ 2-3 പാട്ടുകൾ ഇതിൽ ട്യൂൺ ചെയ്തതും ഞാനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുള്ളെങ്കിലും ഞങ്ങൾ മാത്രമല്ല ഇതിലുള്ളത്. ആരൊക്കെയാ നമ്മൾ മിസ് ചെയ്യുന്നത്? ഒരുപാട് മനുഷ്യന്മാർ. അതായത് നമ്മൾ ക്ലബ് എന്ന് പേര് കൊടുത്തു തന്നെ ഇതിന് രാഷ്ട്രീയ അതായതോട് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഒരുമിച്ച് ഉറപ്പായിട്ടാണ്. അപ്പൊ ഇന്ന് ശരിക്കും മിസ് ചെയ്യുന്നത് ആരെയാണ്? ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, നമ്മുടെ ഹരി മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കല്യാണം ആയതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. കൈമാറാം. ഓക്കെ. ഞാൻ എരി ക്ലബിൽ റാപ്പറാണ്. ഒരു 1-2 ഒറിജിനൽസ് ക്ലബിൽ ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാ എല്ലാവരും കണക്ട് ചെയ്ത് റാപ്പ്? അതായത് ഞാൻ ചോദിക്കുന്നത്, ആദ്യം മാംഗോസ്റ്റിന്റെ പാട്ടുകൾ തുടക്കത്തിൽ എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ നിന്ന് മാറിയിട്ട് ഒരു റിബലി ടൈപ്പിലേക്ക് വന്നത് ശരിക്കും എരീൻ്റെ എൻട്രിയിലൂടെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചുവട് മാറ്റത്തിലേക്ക് എത്തിയത് എന്ന് പറയാം? ബേസിക്കലി നമ്മളൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ ലോക്ക്ഡൌണിന് നമ്മളാണ് ആ ഒരു 1-2 വർഷം നമ്മൾ ഭയങ്കര ഒരുമിച്ചായിരുന്നു എല്ലാവരും. ശരി. വിഷ്ണുട്ടന്റെ വീട്ടിലായിരുന്നു എപ്പോഴും. അവിടുന്ന് മാംഗോസ്റ്റിൻ കഴിക്കാനും അങ്ങനെ ചില്ല നടന്നൊരു സമയത്ത് നമ്മളിങ്ങനെ പാട്ട് പാടി. പിന്നെ ബേസിക്കലി നമ്മളെ പൊളിറ്റിക്സ് ആണ് ഏറ്റവും ബേസിക് സാധനം. അതിൽ നിന്നാണ് പാട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ മാംഗോസ്റ്റിൻ ക്ലബിന്റെ ഏത് റാപ്പ് നോക്കിയാലും മെലഡി നോക്കിയാലും എല്ലാത്തിനും ഒരു നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. ഓക്കെ. അതിപ്പോ സ്ട്രൈക്ക് ആയാലും അതിന്റെ മുന്നത്തെ പലതുള്ളി പാട്ടായാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സാധനമുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നതാണ് അല്ലേ? ഓക്കെ, ശരി. നമുക്ക് വരാം, കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. അടുത്തത് നമ്മുടെ ഗോപാലേട്ടാ പറയും മാംഗോസ്റ്റിൻ ക്ലബിനെ പറ്റി. സോറി, ഷൂട്ട് മോഹനേട്ട. ഷൂട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതെ. കൊറോണ എന്ന മഹാമാരിയിൽ ഒരു 12 വരി എഴുതി വെച്ചു. പണമാണ് വലുതെന്ന് ആരോ പറഞ്ഞു, പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു. പവറാണ് വലുതെന്ന് പലരും പറഞ്ഞു, ഇവയല്ല വലുതെന്ന് നാം ഇന്നറിഞ്ഞു. വെറുതെ തമാശക്ക് എഴുതി വെച്ചാ. അപ്പൊ ഞാൻ അജയ് ജിഷ്ണുവിന്റെ അടുത്ത് ഈ വരി കാണിച്ചപ്പോ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞ ഈ അവസരത്തിൽ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. അപ്പോഴെന്റെ കയ്യിൽ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അജയ് ജിഷ്ണു, ഞങ്ങളെ കൂടെ ഇന്നില്ലാത്ത ശ്രീകുട്ടൻ, അവൻ്റെ അടുത്തൊരു ഐഫോൺ ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു 10 മണി മുതൽ ഒരു 3 മണി വരെ ഇരുന്ന് അതിനെ ട്യൂൺ ചെയ്തു ഈ പാട്ടിന്. അപ്പൊ വൈകുന്നേരം 6:20 ഞങ്ങള് അജയ് ജിഷ്ണുവിടെ ഫോണിൽ പോസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ കൊണ്ട് അത് വൈറലായി. ജനങ്ങൾ ഏറ്റെടുത്തു. ഒട്ടനവധി പേര് വിളി, പിന്നെ നിരന്തരം വിളിയൊക്കെ. ശരി. അതിനുശേഷം എനിക്ക് ലേശം പൊങ്ങച്ചൊക്കെ തുടങ്ങി. നമ്മൾ 4 ആൾ അറിയാൻ തുടങ്ങി, വിളി തുടങ്ങി. ആ സമയത്താണ് ഇവരൊന്നിച്ച് മാംഗോസ്റ്റിൻ കഴിക്കാൻ ഒത്തുകൂടുന്നത്. അപ്പൊ അവരിൽ ഉയർന്നൊരു ആശയമാണ് മാംഗോസ്റ്റിൻ ക്ലബ്ബ്. അതെ, മാംഗോസ്റ്റിൻ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ ഈ പേരിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ? അതെ. ആ സമയത്ത് എന്താ വെച്ചാല് ഞാൻ ഇതൊക്കെ കാഴ്ചക്കാരനായി കേൾവിക്കാരനായിട്ട് ഇവരെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന, കുഞ്ഞുകാലത്തെ ഉണ്ടാവുന്ന. പിന്നീട് ഒരു ദിവസം ഒരു പോസ്റ്ററിൽ ഞാൻ കാണുന്നത് മാംഗോസ്റ്റിൻ ക്ലബിന്റെ ഗോഡ് ഫാദർ, ഇതിന്റെ അച്ചാച്ചൻ, ഒരു വലിയ തലത്തിൽ. അപ്പൊ പിന്നീടും ഇത്തിരി കൂടി പൊങ്ങച്ചൻ കൂടി. അപ്പൊ ഞങ്ങളുടെ മാംഗോസ്റ്റിൻ ക്ലബിന്റെ പ്രോഗ്രാമിലൊക്കെ ഇപ്പൊ ഈ അച്ചാച്ചൻ കൂടെ ഉണ്ടാവും. അത്യാവശ്യം ചില നാടൻ പാട്ടിന് 4 വരികളൊക്കെ പാടും. എന്തായാലും ഇവരെ കൂടെ ഇല്ലെങ്കിൽ അവർക്കും ശരിയാവില്ല, എനിക്കും ശരിയാവില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. മാത്രമല്ല ഈ പ്രായത്തിലുള്ള ആളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ അവർ നേരത്തെ സൂചിപ്പിച്ച ചില കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, ആരെയും ചേർത്ത് പിടിക്കുക. അതായിരിക്കും ചിലപ്പോൾ മാംഗോസ്റ്റിന്റെ വിജയവും അല്ലേ?
എല്ലാവരും ഇങ്ങനെ അതെ, ആരെ വേണമെങ്കിലും ചേർത്തു, ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ക്ലബിലേക്ക് വരാം. ഓക്കെ. അപ്പൊ നമ്മുടെ കൊറോണയുടെ പാട്ടിന് സർക്കാരിൽ നിന്ന് ഒരു പുരസ്കാരമൊക്കെ കിട്ടിയല്ലോ അല്ലെ? ഓ പിന്നെ അത് വലിയ സംഭവമായി മാറിയില്ലേ? അതൊന്ന് രണ്ടുപേര് പാടാൻ പറ്റുമോ? ഏതാ കൊറോണ പാട്ട് പാടാലോ. പണമാണു വലിയതെന്നാരോ പറഞ്ഞു, പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു, പവറാണു വലുതെന്നു പലരും പറഞ്ഞു, ഇവയല്ല വലുതെന്ന് നാം ഇന്നറിഞ്ഞു. വൈറസിൽ നിന്നൊരു മോചനം നേടാൻ സകലതും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു നാം. അകലത്തു നിർത്തുന്നു രക്തബന്ധങ്ങളെ, അണപൊട്ടിയൊഴുകുന്ന സ്നേഹബന്ധങ്ങളെ. അറിവുള്ളവർ ചേർന്നു പറയുന്ന കാര്യങ്ങൾ അതിജീവനത്തിൻ്റെ മാർഗങ്ങളല്ലയോ? അനുസരിച്ചാൽ നാടിൻ നന്മയായി തീർന്നിടാം, അകലാതെ അകലണം നാളേക്കു വേണ്ടി നാം. സൂപ്പർ. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. Okay. ഞാൻ മാംഗോസ് ക്ലബിന്റെ ഒരു ഫൗണ്ടറാണ്. എൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇവര് പാട്ടിന്റെ മ്യൂസിക്കേഷൻ്റെ പ്രത്യേകിച്ച് ഡയറക്റ്റ് ബന്ധമില്ല. അപ്പൊ പാട്ട് ഉണ്ടായി കഴിഞ്ഞ ശേഷം മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യുക, ബാക്കി പ്രോഗ്രാംസ് ഇപ്പൊ ലൈവ് പ്രോഗ്രാംസ് പോകുന്ന സമയത്ത് കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുക. മൊത്തത്തിലൊരു കോർഡിനേഷൻ നേതൃത്വത്തിലായിരിക്കും അല്ലേ? അങ്ങനെയല്ല. ശരി. അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ. എളിമ കൊണ്ടാണ് അരിക്കിരുന്നിട്ട് വിഷ്ണു അങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ കോഴിക്കോടിന്റെ ബീച്ചിലും മാനേജറിലൊക്കെ പാട്ട് പാടിയിരുന്ന എന്നെയും ഹരീനെയും നവജ്യോതിരെയൊക്കെ ചേർത്തിട്ട് ഈ പരിപാടി തുടങ്ങിയത് വിഷ്ണുവാണ്. വിഷ്ണുവാണ് മാംഗോസ്റ്റിൻ ക്ലബിന്റെ ഡയറക്ടർ. വിഷ്ണുവാണ് കംപ്ലീറ്റ് ഈ ഇതിനെ മൊത്തത്തിലൊരു ഫോമിലേക്ക് മാറ്റി കൊണ്ടുവന്ന് വിഷ്ണുവാണ് തന്നെ പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ അജിയുടെ വീട്ടിലുള്ള മാംഗോസ്റ്റിന്റെ ചോട്ടിലിരുന്നിട്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് മാംഗോസ്റ്റിന്റെ ചോട്ടിലിരുന്നിട്ടാണ് കഥകൾ എഴുതിയത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ ക്ലബിന് പേരിട്ടത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കണക്ഷൻ? കണക്ഷൻ ഉണ്ടോ വെച്ചാൽ എല്ലാവരും ബഷീർ ആരാധകരാണ്. ബഷീറിന്റെ കാഴ്ചപ്പാടുള്ള ഒരു വിശ്വമാനവികത ഉറപ്പായിട്ടും നമ്മളെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷെ വളരെ നാച്ചുറൽ ആയിട്ട് മാംഗോസ്റ്റിൻ കഴിക്കാൻ വേണ്ടി വന്ന 4 സുഹൃത്തുക്കൾ ചേർന്നിട്ട് എത്ര കാലങ്ങൾക്ക് മുന്നേ? കറക്റ്റ് പറഞ്ഞ 3 വർഷം മുമ്പ് ഇതുപോലെ മാംഗോസ്റ്റിന്റെ ചോട്ടിൽ വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ടോ? പിന്നെന്താ, ഇതൊരു മാംഗോസ്റ്റിൻ ആണ്, ഇതൊരു ഡിസ്പ്ലേ പീസ് ആണ്. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ സീസണിലാണ്, ഈ കാലത്താണ് മാംഗോസ്റ്റിൻ ഉണ്ടാവുക. ഇതുപോലെ ജൂൺ 21-ാം തീയതി 3 വർഷം മുമ്പ് ഒരു കൊറോണ കാലത്ത് നമ്മൾ 4 സുഹൃത്തുക്കള് ഈ മാംഗോസ്റ്റിൻ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുകയും പുതിയ കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കാം, പാട്ടിനോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം കൂടി ഉറക്കെ കലയിലൂടെ പറയാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മാംഗോസ്റ്റിൻ ക്ലബ്ബ് 3 വർഷം മുമ്പ് ഉണ്ടാകുന്നത്. ഇപ്പോഴും മാംഗോസ്റ്റിൻ സീസൺ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിങ്ങളെ വീടിന്റെ മുന്നിലെ മാംഗോസ്റ്റിൻ പറയുന്നുണ്ടോ ഇത്രയും വലിയ ബാൻഡായിട്ട് അറിയിട്ടുള്ള കാര്യം? പിന്നെ അറിയുന്നുണ്ടാവണം, ഞങ്ങൾ സംസാരിക്കാറുണ്ട് മരത്തിനോട്. അപ്പോൾ ഏരി ഞാൻ ചോദിക്കട്ടെ, ഒരു പാട്ടിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ മാംഗോസ്റ്റിലൂടെ പറഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ഫാസിസത്തിനെതിരെ അതിക്രമങ്ങൾക്കെതിരെയൊക്കെ നിങ്ങൾ പറഞ്ഞു പോകാറുണ്ട് നിങ്ങളുടെ പാട്ടുകളിലൂടെ. അപ്പം അത് ഇങ്ങനെ വേണം, നിങ്ങളുടെ ക്ലബിലൂടെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം എന്ന് ആദ്യം ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പാട്ടുകളൊക്കെ എഴുതി വന്നപ്പോൾ അത് ഇങ്ങനെ ആയി വന്നതാണോ, മാറിയതാണോ? ആദ്യ പ്ലാൻ എന്ന് ചോദിച്ചാൽ നമ്മളെ ബേസിക് രാഷ്ട്രീയം ഇതാണ്, ആന്റി ഫാസിസ്റ്റുകളാണ്, ഏറ്റവും ബേസിക്കലി ആന്റി ഫാസിസ്റ്റ് ആണ്. ഓക്കെ. പാട്ട് ആക്ച്വലി അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതല്ല. പ്രതികരിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലുണ്ട്. അപ്പം ബേസിക്കലി നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും പ്രതികരിക്കാൻ ഏറ്റവും കിടിലൻ ടൂൾ എന്ന് പറയുന്ന ആർട്ട് തന്നെ. ആർട്ട് പൊളിറ്റിക്കലായി മാറുമ്പോൾ അതിന് ഭയങ്കരമായ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെയാണ് സ്ട്രൈക്ക് ഉണ്ടാവുന്നത്. ഒരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തല്ല, ആ ഒരു റേജിന്റെ പുറത്ത് ബേസിക്കലി ഒരു ചോരത്തിളപ്പിന്റെ പുറത്ത് ഇങ്ങനെ പാടി പോയ സാധനങ്ങളാണ്, പറഞ്ഞു പോയ സാധനമാണ്. നമ്മുടെ പ്രതിഷേധങ്ങൾ പാട്ടുകളിലൂടെ അറിയിക്കുക, വരികളാക്കി അത് നമ്മള് ആ വരികൾ ചേർത്തപ്പോൾ അതിന് ഒരു താളം വരുന്നുണ്ട്, അതിൽ റൈംസ് വരുന്നുണ്ട്. മാത്രമല്ല അത് പറയുമ്പോഴും പാടുമ്പോഴും എനിക്ക് തന്നെ ഒരു സാധനം കിട്ടുന്നുണ്ട്, കേൾക്കുന്നവർക്കും ആ ഒരു വികാരം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ബീറ്റ് പ്രൊഡക്ഷനൊക്കെ നമ്മൾ അന്ന് ക്ലബ് ഒട്ടും ഈ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല.
നാട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ആളുകളെ പിച്ച് ചെയ്യുന്നത്. അങ്ങനെ കുറെ അലഞ്ഞ് ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ കണ്ടെത്തി നമ്മൾ ബീറ്റൊക്കെ ചെയ്ത് അങ്ങനെ ക്ലബിന്റെ ആദ്യത്തെ പ്രോപ്പർ പ്രൊഡക്ഷൻ ആയിരുന്നു സ്ട്രൈക്ക്. ഓക്കെ. അത് എല്ലാ തരത്തിലും ഒരു നല്ല അനുഭവമായിരുന്നു. കഴിഞ്ഞ IDSF സ്ക്രീനൊക്കെ ചെയ്തിരുന്നു നമ്മള്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ട്രിവാൻഡ്രത്ത് നില തിയേറ്ററിൽ പോയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് എല്ലാവരും കൂടെ. അപ്പൊ ഭയങ്കര അനുഭവമായിരുന്നു അത്. നമ്മളെ പൊളിറ്റിക്സ് അത്രയും ആ ഒരു പീക്ക് ലെവലിലേക്ക് കിട്ടിയെന്ന കാണുമ്പോൾ ഭയങ്കരമായ ഒരു എക്സ്റ്റസി സാധനമായിരുന്നു എല്ലാ തരത്തിലും. ശരി ശരി. ഇപ്പം മാവേലി പാട്ടിലും സ്ട്രൈക്കിലും അതുപോലെ ദ്വീപിന്റെ പാട്ടിലും ഒക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ഇതിന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ? വിമർശനങ്ങള് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലും ഉണ്ടാവും. കാരണം നമ്മള് പൊളിറ്റിക്സ് ആണല്ലോ പറയുന്നത്. പക്ഷേ സപ്പോർട്ടായിരുന്നു കൂടുതൽ. കാരണം നമ്മളെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ അതേ പൊളിറ്റിക്സ് ഉള്ളവരാണ്. ആ പൊളിറ്റിക്സ് കണ്ട് നമ്മളുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചൂഷിതരുടെ പക്ഷം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ക്ലബ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള സാധനം. അതിൽ തന്നെയാണ് നമ്മൾ ഇനിയും പാട്ടുകൾ ചെയ്യുന്നതും. ശരി. മാവേലി പാട്ടായാലും സ്ട്രൈക്കായാലും ഒക്കെ ആ ഒരു സാധനമാണ്. ശരി, അടുത്തൊരു പാട്ടായാലോ? ഓക്കെ അല്ലേ? പലവിളി പാടല്ലേ? രം പം പം രം പം പം രം പം പം തരരരം പം പം രം പം പം രം പം 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 രം പം പം രം പം പം രം പം പം തരരരം പം പം രം പം പം രം പം പം പം. പലതുള്ളി പെരുകുളിരായിടമുറിയാ മഴയും ഒരു പുള്ളിക്കുട ചൂടി മഴ നനയാതവളും. പലതുള്ളി പെരുകുളിരായിടമുറിയാ മഴയും ഒരു പുള്ളിക്കുട ചൂടി മഴ നനയാതവളും. കരിമിഴിയാൽ എന്നെ നോക്കി കഥ പറഞ്ഞ കാലം കടലാസ് തോണി പോലെ അകലും പ്രിയബാല്യം. കരിമിഴിയാൽ എന്നെ നോക്കി കഥ പറഞ്ഞ കാലം കടലാസ് തോണി പോലെ അകലും പ്രിയബാല്യം. ആ ആ ആ അടിപൊളി. അജയ്, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടുവന്ന ഒരു മാവേലി ഉണ്ട് ഓണത്തിനൊക്കെ. കുടവറുള്ള ആടയാഭരണങ്ങളുള്ള വെളുത്ത് തുടുത്ത ഒരു മാവേലി. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ മാവേലി പാട്ടിലൂടെ വന്നിട്ട് ഇതല്ല ശരിക്കുള്ള മാവേലി, മാവേലി എന്ന് പറഞ്ഞാൽ ഇന്ന ഇതാണ് മാവേലിയുടെ സവിശേഷതകൾ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കും എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു? ജനങ്ങളുടെ സ്വീകാര്യതയേക്കാളുപരി നമ്മുടെ കൺസെപ്റ്റിലെ മാവേലിയെ പോർട്രേ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം. മാവേലി പാട്ടിൽ നമ്മുടെ നാട്ടിലിപ്പം നമ്മൾ കോഴിക്കോട്ടുകാരാണ്. നമ്മുടെ കോഴിക്കോട് ഗ്രാമപ്രദേശങ്ങളിൽ ഓണത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപമുണ്ട്. മലയ സമുദായത്തിലെ മനുഷ്യന്മാര് വ്രതമൊക്കെ എടുത്തിട്ട് വ്രതശുദ്ധിയോടുകൂടി ഇത്രയും ദിവസം വ്രതം എടുത്തിട്ട് രാവിലെകളിൽ മണിയൊക്കെ കിലുക്കി വരുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിലുണ്ട്. സംസാരിക്കില്ല. പക്ഷെ എന്റെ നാട് ചെറുവണ്ണൂരാണ്. ചെറുവണ്ണൂര് മേപ്പയൂര് പേരാമ്പ്രയ്ക്ക് കിടക്കത്ത്. അപ്പം അരോഗദൃഢഗാത്രമായിട്ടുള്ള കറുത്ത നിറമുള്ള മനുഷ്യരാണ് സത്യം പറഞ്ഞാല് അങ്ങനെ വരാറ്. അപ്പം ഇതായിരുന്നു ഈ മാവേലിപ്പാട്ടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നായിരുന്നു. പിന്നീടാണ് ആലോചിച്ചത് ഉറപ്പായിട്ടും നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരുടെ പ്രതിനിധിയായിരിക്കാം മാവേലി. ദ്രാവിഡരായിട്ടുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിരിക്കും മാവേലി. ഒരിക്കലും അയാള് കൊടവയറിനെ കുറ്റം പറയുകയല്ല, എന്നാലും പൂണുനൂലിട്ട് പ്രധാനമായിട്ടും പൂണുനൂലിട്ട് സർവാഭരണ വിഭൂഷിയായിട്ടുള്ള ഒരു മനുഷ്യനാവില്ല. മറിച്ച് കറുത്ത നിറമുള്ള നമ്മളെ പോലത്തെ ഒരു മനുഷ്യനായിരിക്കാനാണ് സാധ്യത. ഒരു രാജാവാവില്ല, ഒരു നേതാവാനാണ് സാധ്യത എന്നുള്ള കൺസെപ്റ്റിലാണ് ആ പാട്ടുണ്ടായത്. കൂടുതൽ വിഷ്ണുവിന് പറയാൻ സാധിക്കും. മാവേലിപ്പാട്ട് വീഡിയോ വന്നപ്പോൾ അതിന്റെ ഡയറക്ടർ വിഷ്ണു ആയിരുന്നു. നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട് മാവേലിയുടെ നിറം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ പാട്ട് ആദ്യം ഉണ്ടായി കഴിഞ്ഞു, പിന്നെ അത് പിക്ചറൈസ് ചെയ്യാൻ ഞങ്ങൾ വീണ്ടും ആഴത്തിൽ അതിനെ പഠിക്കാൻ ശ്രമിച്ചു പല രീതിയിൽ. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് നമ്മളെല്ലാവർക്കും അറിയുന്ന കഥ, ഓണത്തിന്റെ ഹിസ്റ്ററി, അങ്ങനെ ഒരു മിത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മാവേലി കേരളം ഭരിച്ചിരുന്നു, മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്നു, അങ്ങനെ നമ്മളെല്ലാവരും കേട്ട് നമുക്കൊരു പ്രശ്നവും തോന്നാതിരുന്ന ഒരു കഥ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് വീണ്ടും വായിക്കുമ്പോൾ എങ്ങനെ വായിച്ചാലും അതിനകത്തൊരു അനീതി ഉണ്ട്, കറക്റ്റ് ആവുന്നില്ല, ഇതിലൊരു പ്രശ്നമുണ്ട്, ഒരു
വളരെ കൃത്യമായ ഒരു അനീതി ഇതിനകത്തുണ്ട് എന്ന് തോന്നി. ശരി. അപ്പൊ ആ കഥയെ അഡാപ്റ്റ് ചെയ്യാന്നുള്ള ശ്രമമായിരുന്നു മാവേലിപ്പാട്ടിന് പ്രധാനമായിട്ട് ശ്രമിച്ചത്. അത് എത്രത്തോളം വിജയകരമായി? എത്രത്തോളം വിജയകരമായെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് പറയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഈ ഒരു ഐഡിയ ആയിട്ട് സമീപിച്ചപ്പം നമ്മൾ അതിൽ അഭിനയിച്ചിട്ടുള്ള അവരൊക്കെ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു? നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ. ഉറപ്പായിട്ടും മണികണ്ഠൻ ചേട്ടനെ കുറിച്ച് പ്രത്യേകം പറയണം. ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് വലിയൊരു പ്രൊഡക്ഷൻ എന്നുള്ളത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ മണികണ്ഠൻ ചേട്ടനെ പോലെ ഒരു ആക്ടർ നമ്മളോട് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ആദ്യമായിട്ട് പുള്ളിനെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് ശ്രമിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പാട്ട് ഞാൻ അയച്ചു കൊടുത്തു. അന്ന് പ്രൊഡ്യൂസ് ചെയ്ത വേർഷൻ എന്നല്ല, ഗിറ്റാർ വായിച്ച ഹരി പാടിയ പാട്ട് അയച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റോടെ മണികണ്ഠൻ ചേട്ടനെ തിരിച്ചു വിളിച്ചു. പുള്ളി പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2 വരിയെ കേട്ടിട്ടുള്ളൂ, എനിക്ക് ഓക്കെയാണ്, നമ്മളിത് ചെയ്യും. കരളിൽ തീ കത്തണ കാലത്ത് തീണ്ടാപ്പാടകലെ ഞങ്ങള് കനിവ് തേടി കാത്തു നിന്നൊരു കെട്ടകാലത്ത്. അതാരാ മാവേലിപ്പാട്ട് ലിറിക്സ് ആരാ നമ്മൾ എഴുതിയത്? അജയും അൻസിഫ് അബു എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടെ ഉണ്ട്. അധികം നിങ്ങളുടെ മാംഗോസ്റ്റീനിലെ എഴുത്തും പരിപാടി? എല്ലാ ലിറിക്സും, ബാക്കി എല്ലാ ലിറിക്സും അജയ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ശരി മോനേട്ടാ, വൈറലായതിനു ശേഷം എന്തൊക്കെയാണ് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയാം? എന്താ പറയേണ്ടത്, നാട്ടിലിപ്പോ അങ്ങാടിയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമല്ലോ, നിങ്ങള് ചെറുവണ്ണൂരല്ലേ? അപ്പൊ ചെറുവണ്ണൂർ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ ഇപ്പൊ പാട്ടൊക്കെ പാടി പൈസ ഇപ്പൊ സർക്കാരിന്റെ ഒരു പാരിതോഷികമൊക്കെ കിട്ടി 4 ആൾ അറിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താ? മൊത്തത്തിൽ മാറ്റം തന്നെയാണ്. അതെ, മാവേലിപ്പാട്ടിലൊക്കെ അഭിനയിച്ചല്ലോ. അഭിനയിച്ചു, അഭിനയം കണ്ടിട്ട് ആളുകളൊക്കെ എന്ത് പറഞ്ഞു, സുഹൃത്തുക്കളൊക്കെ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൂടുതൽ ഇനിയിപ്പോ സിനിമയിലേക്കൊക്കെ ഒന്ന് വിളിച്ചാല് പോവോ? തീർച്ചയായിട്ടും വിളിക്കണം എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇവരെ വിട്ടു പോവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരുമായിട്ട് വിട്ടു പോവെന്നാണ് ചോദിക്കുന്നത്. ഇവരായിട്ട് വിട്ടുപോയി. ഞങ്ങൾ 2025 ആകുമ്പോഴത്തേക്ക് വലിയൊരു സിനിമ ഞങ്ങൾ എന്തായാലും മാങ്കോഷൻ ക്ലബ് ഇറക്കാൻ. തീർച്ചയായിട്ടും അടിപൊളി. അതില്ലേ ഒരു പ്രധാന കഥാപാത്രം ഞാൻ തന്നെയായിരുന്നു. ഈ വേഷവും സിനിമയ്ക്ക് ആവശ്യമാണ്. നമ്മൾ കാണുന്ന ഈ മാവേലിക്ക് ഞങ്ങൾ കൊടുത്ത പോലെ വെളുത്ത് തുടുത്ത് തടിച്ച് ഒന്നും വേണ്ട, മെലിഞ്ഞതും പറ്റും. അതെ, ചിലപ്പോ അങ്ങനെ ആണെങ്കിലോ. ശരിക്കുള്ള മാങ്കോസ്റ്റിൻ ക്ലബിന് 2025 ഇറക്കുന്ന സിനിമയില് പ്രധാന കഥാപാത്രം ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സിനിമ എന്തായാലും ആയുസ്സും ആരോഗ്യം കിട്ടണം, അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിപ്പോ. ഓക്കെ ഓക്കെ. നമ്മള് ഇപ്പൊ മാംഗോസ്റ്റിന്റെ എല്ലാവരും ഒരുമിച്ച് തുഴയുന്ന ഒരു തോണിയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ പോലും ഒരു കപ്പിത്താൻ ഉണ്ടാവുമല്ലോ, അതാരായിരിക്കും? അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും പറയാൻ പറ്റില്ല. എല്ലാരും അത് തന്നെയാണ്, ഓരോരുത്തർക്കും അവരുടേതായ റോളുണ്ട്, അത് അവർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. അതിപ്പോ ഒരു മനുഷ്യനാണെങ്കിൽ പോലും നമുക്ക് അയാളെ മിസ് ചെയ്യും. നമ്മളെ കൂടെ അയാൾ ഇല്ലെങ്കിൽ, അത് ആരാണെങ്കിൽ പോലും അയാളുടെ റോൾ എടുക്കാൻ അയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്ന് ഹരിനെ പറ്റി പറഞ്ഞു. ഹരി എന്താണ് ശരിക്കും നമ്മുടെ ടീമിൽ ചെയ്യുന്ന റോള്? ഹരിയേട്ടൻ മ്യൂസിക് ഡയറക്ടറാണ്. നമ്മളെല്ലാ പാട്ടുകളും, ഒട്ടുമിക്ക പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്യുന്നത് ഹരിയേട്ടനാണ്. ലൈവില് ഗിറ്റാറും വോക്കലിസ്റ്റും ഗിറ്റാറും എല്ലാം ഹരിയേട്ടനാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും എല്ലാമാണ് ക്ലബിന്റെ. ഹൈറാർക്കി പൊളിക്കുക എന്നുള്ളതാണ്. കപ്പിത്താൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നൊരു ഹൈറാർക്കി ഉണ്ടല്ലോ. ഇതില്ലാത്തത് കൊണ്ടാണ് ഈ കൂട്ടം ഇങ്ങനെ നിലനിൽക്കുന്നുള്ളതാണ് ഇതിന്റെ സത്യം. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള റോളുകളുണ്ട്, പ്രാധാന്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകയും തമാശ പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്നുള്ളതാണ്. ആ ജനാധിപത്യ സ്വഭാവമാണ് ഇത്രയും മനുഷ്യന്മാരിങ്ങനെ കൂട്ടി നിർത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ ഞങ്ങൾ കണ്ടെത്തിയ കാര്യം. അത് അങ്ങനെ പ്ലാൻ ചെയ്തതല്ല, അങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചാരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അറിവൊന്നുമില്ല. ശരി, നമുക്കിനി ഒരു ഗെയിം കളിച്ചാലോ? ഞാൻ ഒരു 4-5 വേർഡ്സ് പറയും, ഓരോ വേർഡ്സ് പറയും. ആ വേർഡ്സിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു പാട്ട് പാടണം. ഓക്കെ ആണോ? പിന്നെന്താ, അന്ന് ആദ്യത്തെ വേർഡ് പറയട്ടെ. കണ്ണ്. സിനിമാ പാട്ടുകൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ? കണ്ണോടു കൺകൾ എற்றும் കർപ്പൂര ദീപമേ, കൈ തീണ്ടും പോത് പായും മീൻസാരമേ, ഉല്ലാസമേടை மேலே ஓரங்க நாடகம், இன்பங்கள் பாட சொல்லும் என் தாயகம், இங்கிங்கு ஊஞ்சலாக நான் போகிறேன், அங்கங்கு ஆசை தீயில் நான் வேகிறேன், ஒன்றாக மோகனம் என் காதல் வாகனம், செந்தாமரை செந்தேன் மழை என் ஆவி நீயே ദേവി. ഓക്കെ, അടുത്ത വരി പറയട്ടെ. ഒരു 5 വേർഡ്സ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ആ 5 വേർഡ്സിനെ പറ്റി നിങ്ങൾ പാട്ട് പാടണം കേട്ടോ. ശരി. തുമ്പി.
തുമ്പി. ഒരുമിച്ചിരുന്ന് പാടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പിവാ തുമ്പക്കുടത്തി തുഞ്ചത്തായൂഞ്ഞാലിടാം. മോനേട്ടാ, കള്ളിയിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാട്. കള്ളി പാടണോ? കളി പാടോ? കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാവതി കാക്കതൻ കോട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ. കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ. കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. അടുത്തത് ഉണ്ണി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ വന്നു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങളുടെ ക്ലബിലെ ഒരു പെൺ സാന്നിധ്യം ഉണ്ട്. ഞങ്ങളുടെ ഏക ഉണ്ണി എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ഇന്ന് എത്തിയില്ല, ഇന്ന് എറണാകുളത്താണുള്ളത്. അവിടെ ഒരു ഡിസൈനറാണ്, സ്വന്തമായിട്ടൊരു ബ്രാൻഡൊക്കെ ഉണ്ട്. അപ്പം അഞ്ജന എസ് രഞ്ജിത്ത് എന്നുള്ളതാണ് പേര്. അപ്പൊ അടുത്തത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മാംഗോസ്റ്റിനുള്ള ഒരു പരാതിയാണ്. എന്താ വെച്ചാല്, നിങ്ങളിപ്പോൾ അവസാനമായിട്ട് ഒരു പാട്ട് യൂട്യൂബിൽ പുറത്തിറക്കിയിട്ട് ഇപ്പം ഏകദേശം അരക്കൊല്ലം കഴിഞ്ഞില്ലേ. അതിനുശേഷം ഇപ്പം ഈ അടുത്ത് നമ്മുടെ കാതലോരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഇറങ്ങി. അപ്പൊ എന്താണ് ഇത്രയും ഒരു ഡിലേ വരുന്നത്? അതിന്റെ പിന്നിൽ എന്താണ്? നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മാംഗോസ്റ്റിന്റെ പാട്ടിനൊക്കെ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ ഡിലേ മനഃപൂർവ്വം വന്നൊരു സാധനമല്ല. ഞങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ മാംഗോസ്റ്റിൻ ക്ലബിന് വേണ്ടിയിട്ടാണ് ഒരുവിധം ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലികൾ സൈഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളെ പ്രയോറിറ്റിയിൽ ഏറ്റവും മുമ്പുള്ള ഒരു കാര്യം തന്നെയാണ് മാംഗോസ്റ്റിൻ ക്ലബ്. അപ്പോൾ ഒന്നാമത് വളരെ പരിമിതമായ റിസോഴ്സസും സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് പാട്ടുകളൊക്കെ ഉണ്ടാവുന്നത്. അതിന്റെ ചെലവുകളൊക്കെ വഹിക്കാനുള്ള ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് മ്യൂസിക് വീഡിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ മാവേലിപ്പാട്ട് 2 വർഷത്തോളം എടുത്തു ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കാതോലവരാണെങ്കിൽ അത്ര എടുത്തില്ല. അത് ഞങ്ങളൊരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തെടുക്കുന്നതിലേക്കുള്ള ദൂരം ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ ലൈവ് ഷോസ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം, ഒരു വർഷമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെലവുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ടോ ലൈവ് ഷോയിലാണ്? വരുന്നുണ്ട്, അത്യാവശ്യം വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരുവിധം എല്ലാ ജില്ലകളിലും നമ്മൾ കവർ ചെയ്തു. ഒരു പ്രധാനപ്പെട്ട 1-2 മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. അപ്പൊ ശരിക്കും മാംഗോസ്റ്റിൻ ടീമിന് ഇപ്പം ലാക്ക് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്താ അതിനൊരു മറുപടി പറയാ? അപ്പൊ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നിങ്ങളൊരു ആൽബം ഇറങ്ങുന്നതിന് നിങ്ങളെ ലാക്ക് ചെയ്യുന്ന സംഭവം എന്താന്ന് ചോദിച്ചാൽ എന്താ അതിന് മറുപടി? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജോലി തിരക്കുകളില്ല, ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടി തന്നെ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങള് ഓരോ പാട്ടുകൾക്കൊരു സമയം ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യാറില്ല. എന്നാൽ ഞങ്ങൾ തന്നെ നിരന്തരം കലഹിക്കുന്ന ആൾക്കാരാണ് ഈ വർക്കിന് വേണ്ടി. ഒരു പാട്ട് ഇറങ്ങുകയാണെങ്കിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാറുണ്ട് എല്ലാ രീതിയിലും, വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പെർഫെക്ഷനിസ്റ്റ് പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഞങ്ങള്
കുറച്ച് സമയം എടുക്കും കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരിക്കും അത് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. പെർഫെക്ഷനിസ്റ്റുകളല്ലാത്ത 4-5 ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ബയോ അതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്താണ് അതിന്റെ പിന്നില്? ആരാണ് അതിന്റെ ആള് ശരിക്കും? ഞാൻ തന്നെയാണ് എഴുതി വെച്ചത്. അതായത് ഞങ്ങൾ ആദ്യമായിട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. ഇപ്പൊ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം 4 പാട്ട് റെക്കോർഡ് ചെയ്യാനാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് പോയത്. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഔട്ടൊന്നും വൃത്തിയായിട്ട് വന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പാട്ട് റെക്കോർഡ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഇനി അത്ര വലിയ ടെക്നോളജിയിലേക്കൊന്നും പോകണ്ട, ഞങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് ആദ്യത്തെ പാട്ടുകളൊക്കെ പുറത്തിറക്കുന്നത് തന്നെ. അപ്പൊ അവിടെ അത്ര പെർഫെക്ഷൻ വേണ്ട, നമ്മൾ അത്ര പെർഫെക്ഷനിസ്റ്റുകൾ അല്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. അപ്പൊ അത് തന്നെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ചേർത്തു. അതാണ് അതിന്റെ പിന്നിൽ. ശരിക്കും നിങ്ങളുടെ അത് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നമ്മളിപ്പോ ഓരോ ടീമിലാണെങ്കിലും ഇപ്പം ലേറ്റ് കമ്മർ ഉണ്ടാവും, അല്ലെങ്കിൽ ഉഴപ്പന്മാരുണ്ടാവും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പല സ്വഭാവങ്ങളുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ടീമിൽ ഇപ്പം അങ്ങനെ സ്പെഷ്യൽ ആരാന്ന് ചോദിച്ചാൽ എന്താ, ആരെ കുറിച്ചെങ്കിലും പറയണ്ട? ആളില്ലാത്തോണ്ടൊന്നും പറയാതെ അല്ല, പറയാനുണ്ട്. ഹരി സാർ ഞങ്ങളെ മ്യൂസിക് ഡയറക്ടറാണ്. സാറെന്ന് കൂട്ടി ഞങ്ങൾ വിളിക്കാറുണ്ട്. പുള്ളി ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. ഇപ്പൊ തന്നെ 3 മാസം കഴിഞ്ഞാൽ കല്യാണമാണ്, അപ്പൊ അതിന്റെ തിരക്കിലാണ് ഇപ്പൊ. അപ്പൊ പുള്ളി പാട്ട് ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ ഏറ്റവും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആള് ഹരിസാറാണ്. ഹരിസാറിന് ഒരു പാട്ട് ട്യൂൺ ചെയ്ത് തൃപ്തി വരിക എന്നുള്ളത് കുറച്ച് സമയം എടുക്കും. അദ്ദേഹം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഉഴപ്പല്ല, പക്ഷെ വളരെ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ കാതലോരാണെങ്കിലും വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടി നിങ്ങൾക്ക്. അപ്പൊ ആ ഒരു ആൽബത്തിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്? കാതലോരം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള വർക്കായിരുന്നു. നല്ല രസമായിട്ട് അത് പോകുന്നുണ്ട്. പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര രസമുള്ള റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. മാത്രമല്ല അത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഞങ്ങൾ അതിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആനന്ദം കണ്ടെത്തുന്നത്. ഈ പാട്ടിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയം കൂടി ചേർത്ത് പറയുമ്പോൾ പൊളിറ്റിക്സ് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങൾ. അതാണ് ശരിക്കും മാംഗോസ്റ്റീനിലെ പിന്നിലെ രാഷ്ട്രീയ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് അതാണല്ലേ? അത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് ഉള്ളിലുള്ളത് കൊണ്ട്, അതാണ് ഞങ്ങളുടെ വഴി എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടും ഈക്വൽ പ്രയോറിറ്റിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം കാതലോരം ഗേ പൊളിറ്റിക്സ് പറയുന്ന ഒരു ഗേ ലവ് സ്റ്റോറിയാണ്. അപ്പം എല്ലാ ജെൻഡറിൽപ്പെട്ട മനുഷ്യന്മാർക്കും അതെ എല്ലാ ജെൻഡറിൽപ്പെട്ട മനുഷ്യന്മാർക്കും പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കുറെ ആൺകൂട്ടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥ പറയുക, അവരുടെ പ്രണയം പറയുക എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്. അപ്പം ആ ഒരു ചാരിതാർത്ഥ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. വളരെ നന്നായിട്ട് നല്ല റെസ്പോൺസാണ് കാതലോരത്തിന് കിട്ടുന്നത്. പാട്ടിനും നല്ല രീതിയിലുള്ള രസമുള്ള കമന്റുകളും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മള് മാംഗോസ്റ്റീൻ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി ഉണ്ടാവും? 3 വർഷം. അത് നമ്മൾ തുടങ്ങിയത് ജൂൺ 21-നാണല്ലോ. അതൊരു മ്യൂസിക് ഡേ കൂടിയാണ്. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്? ഒരിക്കലും അല്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യമാണ്. അത് ശരി. ഞങ്ങൾ മാംഗോസ്റ്റീൻ കഴിക്കാൻ വന്ന ദിവസമാണ് ജൂൺ 21. പിന്നീട് അതാണല്ലോ നമ്മുടെ തുടങ്ങിയ ദിവസം. നോക്കിയപ്പോഴാണ്, ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇത് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആണെന്ന് അറിഞ്ഞത്. അത് തികച്ചും യാദൃശ്ചികം മാത്രമായിട്ട് സംഭവിച്ച കാര്യമാണ്. മാംഗോസ്റ്റീൻ തുടങ്ങിയിട്ട് 3 വർഷമായി എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെയുള്ള നിമിഷത്തിൽ ഒരു പ്രഷ്യസ് മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഓരോ മൊമെന്റും പ്രഷ്യസ് ആയിരിക്കും. എന്നാലും ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടാവുമല്ലോ, ഒരു പ്രത്യേക നിമിഷം ബാക്കിയുള്ളതിനേക്കാൾ. ആദ്യമായിട്ട് ഒരു ലൈവ് പ്രോഗ്രാം വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുതിയതായിട്ട് മാവേലിപ്പാട്ടിൽ അഭിനയിച്ചു. അപ്പോൾ മോനേട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരിക്കുമല്ലോ. അപ്പം അല്ലേ, ഇതിനു മുന്നേ മോനേട്ടൻ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അതെ, നാടകത്തിലാണോ സിനിമയിലോ എല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നാടകവും, പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ദ്രാവിഡ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ പാച്ചിൽ എന്ന് പറഞ്ഞ വെബ് സീരിയൽ ഉണ്ട്. അത് 6 എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ ഉണ്ട്. പിന്നെ എത്രയോ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ നിങ്ങൾ നമ്മളെ മാംഗോസിന്റെ നാടൻപാട്ടാണെങ്കിൽ തന്നെ ബാക്കിയുള്ള നാടൻപാട്ടുകളിൽ നിന്നൊക്കെ ചില്ലറ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് ഇത് വാമൊഴിയായിട്ട് വരുന്ന പാട്ടുകൾ നിങ്ങൾ കമ്പോസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി ചെയ്യുന്നതാണോ? എങ്ങനെയാണ് നാടൻപാട്ടുകളുടെ ഒരു പിന്നിലെ പരിപാടി? പാട്ട് ഇപ്പോ ഞങ്ങൾ മാംഗോഷൻ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ചെയ്തതാണ്. അജയ് ജിഷാണ് അതിന് സംഗീതം കൊടുത്തത്. ശരി. വരികൾ നമ്മൾ അറിയാതെ വന്നതാണ്. ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷം, പഴയ കാലത്തെ ഓർമ്മകൾ വെച്ചുകൊണ്ട്. മറ്റു 4 പാട്ടുകൾ
വാമൊഴികളായിട്ട് വന്നതാണ്. ആരും എഴുതി തന്നു എന്നല്ല. അതിൻ്റെ എഴുതിയതാരാണെന്നോ അതിന് ട്യൂൺ ചെയ്താരാണെന്നോ നമ്മൾ അറിയില്ല. പക്ഷേ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന നാടൻ പാട്ടിൽ നിന്ന് വ്യത്യസ്തമായ പാട്ടായതുകൊണ്ടാണ് മാങ്കോസ്റ്റൻ അത് എടുത്തു കഴിഞ്ഞത്. അത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാ ഒരു നാടൻ പാട്ട് ഒരു 2 വരി നമുക്ക് പാടാൻ പറ്റും? കൊടുക്കല്ലേ? അടിസ്ഥാന ആളുകളെ കിട്ടാൻ എല്ലാവരും കൂടി അങ്ങ് തുടങ്ങിക്കോട്ടെ. അപ്പൊ ഞങ്ങളെ മാങ്കോസ്റ്റൻ ക്ലബിന്റെ ആയിട്ടുള്ളൊരു നാടൻ പാട്ട് പാടാം. തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ 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 താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ തണ്ടേ പണ്ടേ നമ്മൾ പാടുന്നൊരു പാട്ട്, പണിയാളര് പാടത്ത് പാടുന്നൊരു പാട്ട്, പിരിയോല കുട ചൂടി പണി ചെയ്യണ നേരം വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്, വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്. തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ. വരയിട്ടൊരു വയലേല തുടി കൊട്ടണ നേരത്തും മഴ പെയ്യണ നേരത്തും കുളിരാവിണ നേരത്തും വയലേലകൾ ചിരിതുള്ളി കളിയാടി കാതോർക്കണ പാട്ട്, വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്, വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്. തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്ത് മാടപ്രാവുകൾ എത്തുമ്പോൾ ചാഞ്ഞൊരു മാവിൻ കൊമ്പത്ത് കതിര് കൊറിക്കണ് തത്തമ്മ, കുയിലമ്മ ചുണ്ടിന്മേ തുതിരുന്നൊരു പാട്ട്, വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്, വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്. തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പത്തിലേക്കൊക്കെ പോയ ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മളെ ചെറുപ്പകാലത്തിലേക്ക് പോയ ഒരു ഫീലാണ് കിട്ടുന്നത് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. നാടൻ പാട്ടൊക്കെ നമ്മൾ കോളേജിൽ യുവജനോത്സവങ്ങൾക്കും അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ട പാട്ടിൻ്റെ ഒക്കെ ഒരു വേറൊരു വെർഷൻ. നമ്മുടെ കാതലോരത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് വരുന്നത്? കാതലോരം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇറക്കിയത് ക്ലീഷേ പ്രേമ പാട്ടുകൾ സീസൺ 2 എന്ന പേരിലാണ്. ഓക്കെ. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫ്ലേവർ പാട്ടുകൾ പോലുള്ള പ്രേമ പാട്ടുകൾ പോലുള്ള ഒരു പാട്ടാണ് കാതലോരം. അങ്ങനെയുള്ള പാട്ട്. അപ്പൊ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കും അതിലുണ്ടാവുക അല്ലെ? അപ്പൊ അത് ഒരു 2 വരി ഒന്ന് പാടാൻ പറ്റുമോ കാതലോരം? മിഴിനീര് കടലിൻ്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. മിഴിനീര് കടലിൻ്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. ഒരു പായവഞ്ചിയിൽ ഓമൽക്കിനാവും ചേർത്തകലങ്ങൾ അകലങ്ങൾ താണ്ടാം.
പുതുകരകൾ തേടാം, പുലരൊളികൾ കാണാം, പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. മിഴിനീര് കടലിന്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. ഓരോ പാട്ട് കഴിയുന്തോറും മാംഗോസ്റ്റിനോടുള്ള ഇഷ്ടം അങ്ങനെ കൂടി 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 ഇങ്ങനെ വരിക. അപ്പം നമ്മുടെ റാപ്പർ എരി, എങ്ങനെയാണ് എരി എന്ന് പറഞ്ഞ ആ ഒരു പേര് വന്നത്? വിളിപ്പേരാണ് പണ്ട് തൊട്ടേ ഉള്ള? അല്ല, എരി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ഒരു മാസ്റ്റർ പ്രദീപൻ പാമ്പിരി എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഇന്റിമേറ്റ് ആയ ഒരു മാസ്റ്റർ ഒരു നോവലിലെ ക്യാരക്ടറാണ്. നമ്മുടെ നാടിന്റെ പൊളിറ്റിക്സ് പാമ്പിരി എന്ന് പറഞ്ഞ ആ ഏരിയയുടെ ചെറുവണ്ണൂര്. അപ്പം ആ ഒരു ഏരിയയിലെ കഥകൾ പറഞ്ഞ് അന്നത്തെ ഒരു റിഫോമർ ആയിരുന്നു എരി. അപ്പൊ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഏരിയയിലേക്ക് എത്തുന്നത്. ഇപ്പൊ അടുത്ത് അറിയുന്നവരൊക്കെ എരി തന്നെയാണ് വിളിക്കുക. ഏരിയയാണ്, ഏരിയയിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ട് ആ പേരിൽ അറിയപ്പെടാനാണ് ഇഷ്ടം. ആ പേരിൽ അറിയപ്പെടാനാണ് ഇഷ്ടം. ഇപ്പൊ നമ്മുടെ മാംഗോസ്റ്റിനില് 2 റാപ്പ് സോങ് ആണ് വന്നിട്ടുള്ളത് അല്ലെ? ഒന്ന് സ്ട്രൈക്കും, ഒന്ന് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്കാണ് ജീവിക്കാണെന്ന് ഉന്മാദരായി. അതൊന്ന് രണ്ടുപേരും പാടും. ഇത് സ്ട്രൈക്ക് പോലെയല്ല, കുറച്ചുകൂടെ ഒരു ഹാപ്പി ട്രാക്കാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് പാടുന്നത്. സ്റ്റേജ് പാടുമ്പോ അത് കുറച്ച് പറയാറുണ്ട് അതിനെ പറ്റി. എന്നാ അത് ആ വാക്കുകളൊന്നും ഇതൊക്കെ വിട്ട് നമ്മൾ ഈ വലിയ സാധനങ്ങളെല്ലാം വിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ജീവിക്കുക ആനന്ദ ഉന്മാദരായി, ആനന്ദത്തോടെയും ഉന്മാദത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. കാരണം എല്ലാത്തിലും ഉപരി ഞാൻ ആനന്ദത്താൽ പിറന്നവനാകുന്നു. എൻ്റെ ജാതി ആനന്ദം, എൻ്റെ മതമാനന്ദം. ലെറ്റ്സ് ഗോ, ഇറ്റ്സ് ജീവിക്കുക ആനന്ദ ഉന്മാദരായി. പാടാത്ത പാട്ടുകളിൽ ആണ്ടാത്ത ആട്ടമില്ല. ജീവിക്കയാനന്ദയുന്മാദരായി, ജീവിക്കയാനന്ദയുന്മാദരായി, ജീവിക്കയാനന്ദയുന്മാദരായി. കനവിൻ കൈകൾ നിർത്തി കാലത്തിനതീതരായി നാം. കാണാത്ത നാടുകളിൽ അറിയാത്ത കഥകളില്ല. കഥകൾക്കും അപ്പുറം കൂടുകൂട്ടണം. പല പല കാതങ്ങൾ താണ്ടി നീ മുന്നേറണം. സ്വപ്നങ്ങൾ കാണണം, ചിറക് വീരിക്കണം. അക്ഷരത്തെ അഗ്നിയാക്കി അന്നമാക്കണം. അറിവിൻ ചില്ലയൊന്നിൽ കൂടുവെച്ചു കൂട്ടുകൂടണം. കാണണം, കേൾക്കണം, പാട്ടുപാടണം, പലവിധ നാട്യമാടണം. മാമല നാട് കാണണം, അതുവഴി കാട് കയറണം. കടലിനാഴമറിയണം, പവിഴ പുറ്റു തേടണം. ആകാശമേറണം, ചിരിക്കണം, പറക്കണം, പ്രണയിക്കണം. ചിരിക്കണം, പറക്കണം, പ്രണയിക്കണം. പൂമരം കേറണം, പൂക്കൾ കാണണം. പൂമ്പാറ്റ പോലെ നിറമേറും ചിറകു നിർത്തണം. പൂമ്പാറ്റ പോലെ നിറമേറും ചിറകു നിർത്തണം. തീരങ്ങൾ തേടണം, തിരകൾ തേടണം. പുലരികളിൽ പൂക്കൾ പോലെ പുഞ്ചിരിക്കണം. പുലരികളിൽ പൂക്കൾ പോലെ പുഞ്ചിരിക്കണം. അൻപുതാൻ അൻപുതാൻ സർവവും സർവവും, അൻപുതാൻ ഇമ്പവും പ്രപഞ്ചവും പ്രപഞ്ചവും, അൻപുതാൻ അൻപുതാൻ സർവവും സർവവും, അൻപുതാൻ ഇമ്പവും പ്രപഞ്ചവും പ്രപഞ്ചവും. അരുളൻ പാനൂകമ്പ മൂന്നിലും ഒന്നാണ് ഗുരുവചനം. ഗുരുവചനം അരുളൻ ബാനൂകമ്പ മൂന്നിലും ഒന്നാണ് ഗുരുവചനം. ഗുരുവചനം. അൻപുതാൻ 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 Once more, അൻപുതാൻ അൻപുതാൻ. let's go. Hey, இது ஒரே ஒரு வாழ்க்கையும் நிறமேறும் வாழ்க்கை பலி கனவு வேறும் வாழ்க்கை. ஒரு பறவை போல வானிலேறி சிறகு நிறுத்திடு, ஒரு பூனை போல காலிலேறி ஊறு சுற்றிடு. ஜாதி அது என்ன, மதம் அது என்ன, குல்லம் அது என்ன, நிறம் அது என்ன, உன் நிறட்டம் சுவப்பு தான், அடையாளம் பசிப்பு தான், சாதி அது மனிதன் தான். வாழ்க்கை ரொம்ப சின்னது தான். ജീവിക്കയാനന്ദയുന്മാദരായി, ജീവിക്കയാനന്ദയുന്മാദരായി, ജീവിക്കയാനന്ദയുന്മാദരായി. കനവിൻ കൈകൾ നീട്ടി കാലത്തിനതീതരായി നാം. അൻപതാൻ അൻപതാൻ സർവവും അൻപതാൻ ഇമ്പവും പ്രപഞ്ചവും. അൻപതാൻ അൻപതാൻ സർവവും അൻപതാൻ ഇമ്പവും പ്രപഞ്ചവും. അരുളൻ ബാനൂകമ്പ മൂന്നിലും ഒന്നാണ് ഗുരുവചനം. അരുളൻ ബാനൂകമ്പ മൂന്നിലും ഒന്നാണ് ഗുരുവചനം.
அன்புதான் அன்புதான் ഏയ് ഏയ് அன்புதான் 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 once more அன்புதான் அன்புதான். thank you. ഇത് എന്നത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഒഫീഷ്യലായിട്ട്? അറിയില്ല, ഇതന്നെയൊക്കെയാണ് അവസ്ഥ. നമ്മള് ഇത് ഞാനൊരു കാര്യം നോട്ട് ചെയ്ത് പറയട്ടെ, ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കും കേട്ടോ, കേട്ടൊരു ഇത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇനി ഷക്കീബിലേക്ക് തന്നെ പോവാം അല്ലെ. ഷക്കീബ് നമ്മള് ലക്ഷദ്വീപിൽ പോയിട്ട് കിട്ടിയ മുത്താന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇവര്. അതെ അതെ. അപ്പൊ ആ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ആ ഒരു മാപ്പിളപ്പാട്ടാണോ അത്? ഒന്ന് പാടാവോ നമുക്ക്? അത് ബേസിക്കലി ഷക്കീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് യൂക്ലേല. ഓക്കെ. അപ്പം അത് വെച്ചിട്ട് തന്നെ പാടുന്നതായിരിക്കും അതിന്റെ രസം. ഇത് സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു പാട്ടാണ്, പഴയ മാപ്പിള പാട്ടാ. നമ്മുടെ പാട്ടൊന്നും അല്ല ഇത്. ഓക്കെ, എന്തായാലും പാടാം. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിവേഗം നിസ്കാര പായ വിരിക്ക്. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയപ്പം ഒരു കപ്പൽ യാത്രയിൽ ഈ വരികള്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്കുന്നത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, നമ്മൾ പറയുന്ന പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന വരികള് ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു ഉക്ലേലെ പാട്ടോട് കൂടി കേൾക്കുകയാണ്. അങ്ങനെയാണ് ഷക്കീബിനെ ആള് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ തന്നെ എടുത്ത് ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഈ പാട്ട് അവിടെ എടുത്ത് കൂട്ടിക്കൊണ്ടുവരികയും മഹാരാജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷക്കീബ്. അപ്പം അവിടെ എറണാകുളം മഹാരാജ് പാർക്ക്, സുഭാഷ് പാർക്കൊക്കെ എല്ലാവർക്കും ഷക്കീബിന് ഭയങ്കര പരിചയമുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും ഉക്കുലേല എടുത്തിട്ട് ദിവസവും സ്ഥിരമായിട്ട് പാട്ട് പാടുന്ന ആളാണ്. നമുക്കൊരു പാട്ട് കൂടെ വേണം ലക്ഷദ്വീപില് ഇതുപോലെ ഫെയിം ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ടിന് 2 ലൈനും കൂടെ ഞങ്ങൾക്ക് വരും. നിങ്ങൾ ദീപു പാട്ട് തന്നെ ആയിക്കോട്ടെ, അതാകുമ്പോ നമ്മൾ കേട്ട് പരിചയമില്ലല്ലോ. അമ്മിനി കപ്പൽ പാടാമല്ലോ, ദ്വീപിലെ സ്പെഷ്യൽ പാട്ടാണ്. അമ്മിനി കപ്പല് ടൂറടിക്കാൻ നീ വരുന്നോടി, ബംഗാരം വിത്തിര ചുറ്റിക്കറങ്ങാൻ നീ വരുന്നോടി. അമ്മിനി കപ്പല് ടൂറടിക്കാൻ നീ വരുന്നോടി, ബംഗാരം വിത്തിര ചുറ്റിക്കറങ്ങാൻ നീ വരുന്നോടി. അലി സൊറുടത്തോളെ അലി സുറുമയിട്ടോളെ, അലി പൗഡർ തോളെ അലി സുറുമയിട്ടോളെ. പാടത്തും മുറ്റത്തും നിന്നാലെങ്ങനെ സീമ കാണും, കപ്പല് സീമ കാണും. പാടത്തും മുറ്റത്തും നിന്നാലെങ്ങനെ സീമ കാണും, കപ്പല് സീമ കാണും. അയ്യര സീമ കപ്പല് ഭാരത സീമ, അയ്യര സീമ കപ്പല് ഭാരത സീമ. അമ്മിനി കപ്പൽ
ഫൗണ്ടറിൽ ടൂറടിക്കാൻ നീ വരുന്നോടി, ബംഗാരം തിരച്ചിറങ്ങാൻ നീ വരുന്നോടി. അല്ലി പൗഡർ ഇട്ടോളെ അല്ലി സുറുമയിട്ടോളെ, അല്ലി പൗഡർ ഇട്ടോളെ അല്ലി സുറുമയിട്ടോളെ. ഈ ബംഗാരം പിറ്റുന്നൊക്കെ പറയുന്ന അവിടുത്തെ ദ്വീപുകളാണ്, ലക്ഷദ്വീപിലെ. അപ്പം എല്ലാവരും ഈ ടൂറിസ്റ്റ് കപ്പിൽ ബംഗാരം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് ലക്ഷദ്വീപ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന കപ്പലില് ടൂർ അടിക്കാൻ നീ വരുന്നോ, പാന്നുള്ള അക്ഷരം ഉച്ചരിക്കില്ല, അല്ലി പൗഡർ ഇട്ടവളെ കണ്ണി സുറുമ ഇട്ടവളെ നീ വരുന്നു എന്റെ കൂടെ എന്നുള്ളതാണ്. പക്ഷെ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ ഭാഷയില്ല എന്നാണല്ലേ, നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതും. അപ്പോൾ ഇത്രയും നേരം ഒരുപാട് ചിരികളും ദ്വീപിലെ പാട്ടുകളും നാട്ടിലെ പാട്ടുകളും ഇതുവരെ പുറത്തിറങ്ങാത്ത പാട്ടുകൾ വരെ നമുക്കും പ്രേക്ഷകർക്കൊക്കെ സമ്മാനിച്ചതിന് വളരെ നന്ദി. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാതലോരം ഇപ്പം വളരെ രസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് മാംഗോസ്റ്റിൻ ക്ലബിന്റെ യൂട്യൂബ് ചാനലിൽ കാതലോരം കാണാം. മാവേലിപ്പാട്ടുണ്ട് ഞങ്ങളെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെയും ഞങ്ങൾ പുറത്തു വെക്കുന്ന ചാനലാണ് മാംഗോസ്റ്റിൻ ക്ലബിന്റെ. അപ്പം അതിൽ കാണുക, കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാതലോരം എന്തായാലും കാണുക. അപ്പം ഒരു ഡയറക്ടർ പൃഥ്വിചന്ദ്രനാണ്. അപ്പം വളരെ നല്ല രീതിയിൽ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് മനുഷ്യരിലേക്ക് പാട്ട് കണക്റ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുക, മാംഗോസ്റ്റിൻ ക്ലബിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. താങ്ക് യു. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ബോണ്ടാണ് മാംഗോസ്റ്റിൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഇതുപോലെ തന്നെ തുടരട്ടെ, മാംഗോസ്റ്റിൻ പൂത്ത് പടരട്ടെ. അപ്പം നമുക്ക് അവസാനമായിട്ട് സ്ട്രൈക്കിലെ ആ ഒരു പാട്ടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇതുപോലെ ഇനി വീണ്ടും കണ്ടുമുട്ടാനൊരു അവസരം ഉണ്ടാവട്ടെ കേട്ടോ. സ്ട്രൈക്കിലൊരു പ്രധാനപ്പെട്ട ഒരു റൈം ചെയ്യാം. അരുതരുത് ഈ മണ്ണ് നിന്റെ മാത്രമെന്ന് കരുതരുത്, മുതിരരുത് ഞങ്ങളെ മുറിച്ചിടാൻ നീ തുനിയരുത്. ഇതെന്റെ മണ്ണ്, ഞാൻ വിയർപ്പ് തുള്ളി നീർ പൊഴിച്ച മണ്ണ്, ഇതെന്റെ പൂർവികർ ചൊരിഞ്ഞ ചോര കൊണ്ട് പൂത്ത മണ്ണ്. കളപറിച്ച് നിലമൊരുക്കി വിത്തുപാകി തണൽ തീർത്ത തന്റെ പൂർവികന്റെ ചോര, എന്റെ ചോര ചോന്ന ചോര, എന്റെ ചോര ചോന്ന ചോര, എന്റെ ചോര ചോന്ന ചോര. നീ എൻ നക്കുകൾ അറുത്തെടുത്തി മണ്ണിലഴ്ത്തിയാൽ ഇവിടെ വാക്കുകൾ പൂക്കുന്നൊരു മരമുണ്ടാവും. അത് പൂക്കും ആ പൂവുകളോ ചോര പോൽ ചുവന്നിരിക്കും. പൂമാറിക്കായാവും, കായ് നിറയെ വിത്താവും. വിത്തുകൾ പൊട്ടി വീണ് കാടായത് പടരും, കാടായത് പടരും, കാടായത് പടരും. ആ കാടുകൾക്കിടയിലന്ന് ഞാനിരുന്നിടും, അവിടെ ആയിരങ്ങൾ അന്നെനിക്ക് കാവലായിടും. എൻ്റെ അക്ഷരങ്ങൾ അന്നെനിക്ക് കുട്ടിരുന്നിടും, എൻ്റെ അക്ഷരങ്ങൾ അന്നെനിക്ക് കുട്ടിരുന്നിടും. കനലാവും ഞാൻ, ഇരി തീയാവും ഞാൻ, നിന്നതിർത്തികൾക്ക് അതീതമായ കാറ്റാവും ഞാൻ. കാടാവും ഞാൻ, ഇവിടെ കടലാവും ഞാൻ, കടൽ കാറ്റിനെ വകഞ്ഞു മാറ്റും തിരയാവും ഞാൻ. അറിവേകും ഞാൻ, ഇവിടെ കനിവേകും ഞാൻ, എൻ്റെ കനവുകൾ തേടുന്നൊരു കിളിയാവും ഞാൻ, എൻ്റെ കനവുകൾ തേടുന്നൊരു കിളിയാവും ഞാൻ. കാറ്റൊരു കണ്ണിമതി നിൻ കാടരിച്ചിടും, കനലുകൾ തീയായി നിൻ കൂടരിച്ചിടും. വാക്കുകൾ വാളായി നിൻ തോക്കറുത്തിടും, നോക്കുകൾ ഇടിമഴ പോൽ പെയ്തിറങ്ങിടും. നിന്റെ നക്കരിച്ചിടും, നിന്റെ വക്കരിച്ചിടും, നിന്റെ നക്കിന്റെ തുമ്പിലെ വിറിയടിച്ചിടും. നിന്റെ ഫാസിസച്ചെങ്കോലതിന്റെ നടുവൊടിച്ചിടും, നിന്റെ ഫാസിസച്ചെങ്കോലതിന്റെ നടുവൊടിച്ചിടും, നിന്റെ ഫാസിസച്ചെങ്കോലതിന്റെ നടുവൊടിച്ചിടും.